സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സീരീസിലേക്ക്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് ഇന്നത്തെ ദിവസം എല്ലാവരുടെയും കളറായിട്ട് മാറട്ടെ, ഉഷാറായിട്ട് മാറട്ടെ, ആക്റ്റീവായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തന്നെ നമ്മൾ വിധിക്കരുത് അല്ലെ, നിങ്ങളുടെ വിധി ഇന്നതാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും എന്താണ് പിന്നോട്ട് മാറരുത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വിധിക്കാൻ നിൽക്കരുത്. എന്റെ വിധി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്ന് പരിശ്രമിക്കാതെ ഒരു കാര്യവും നമുക്ക് നേടാൻ സാധിക്കത്തില്ല അല്ലെ. എന്റെ വിധി ഇങ്ങനെയാണെന്ന് വിധിയെ പഴിച്ചിരിക്കുന്നവർ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതിനെ മറിച്ച് എന്താണ്, എന്റെ വിധി മാറ്റി എഴുതാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എനിക്ക് വിധിച്ചിരിക്കുന്നത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വിധിയെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടോ ഞാൻ പരിശ്രമിക്കും എന്ന് പറഞ്ഞു മുന്നോട്ട് വരുന്നവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ഒരിക്കലും നിങ്ങളെ വിധിക്കരുത്. എനിക്കിത് വിധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിതിനെ കൊണ്ട് കഴിയത്തില്ല, എന്റെ തലയിൽ എഴുത്തിയതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക. അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മളെ കൊണ്ട് എന്ത് പറ്റും പറ്റില്ല എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വിധിയെ പഴിച്ച് ജീവിതത്തിൽ ഒന്നും ആവാതെ പോകരുത്. വിധിയെ അതിജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിധിച്ചത് ഇതാണ് എന്നോർത്തിരിക്കാതെ പരിശ്രമിച്ച് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തുക എന്ന് ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക്, MCQ ടൈപ്പിന്റെ ഭാഗത്ത് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നോക്കിക്കോ, ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ള എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തന സൗകര്യം ഒരുക്കുന്നതിനായി സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണെന്നാണ്. അത് കളമശ്ശേരിയാണ് കേട്ടോ. എവിടെയാണ്? കളമശ്ശേരിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രവർത്തന സൗകര്യം നൽകുന്നതിനായി സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ ഹബ്ബ് ആരംഭിച്ചത് എവിടെയാണെന്നാണ്. അത് കളമശ്ശേരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായിട്ട് മൂന്നാം വർഷവും സ്വന്തമാക്കിയത് ആരാണെന്നാണ്. തുടർച്ചയായി മൂന്നാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണെന്ന് ഓർത്തു വെച്ചേക്കണം. കഴിഞ്ഞ 3 വർഷമായിട്ടും അദ്ദേഹം തന്നെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന താരം എന്ന നേട്ടം തുടർച്ചയായിട്ട് 3-ാം വർഷവും സ്വന്തമാക്കിയിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് 3-ാം സ്ഥാനത്തുള്ളത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ചിലപ്പം അറിയാം, ലയണൽ മെസ്സിയാണ് അല്ലെ. 3-ാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് മെസ്സിയാണ്. അപ്പൊ മെസ്സിക്ക് 3-ാം സ്ഥാനമാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരുമല്ലോ, 2-ാം സ്ഥാനത്ത് ആരടാ ഈ നിൽക്കുന്നത് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലെ. 2-ാം സ്ഥാനത്ത് ഇത് ആരാ അപ്പ ഉള്ളേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കനലോ അൽവാരസ് ആണ്. ആരാണ്? കനലോ അൽവാരസ് ആണ് 2-ാം സ്ഥാനത്തുള്ളത്. അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 1-ാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം എന്ന തുടർച്ചയായി 3-ാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണെങ്കിൽ, ഇതിന്റെ അകത്ത് 3-ാം സ്ഥാനമാണ് ലയണൽ മെസ്സിക്കുള്ളത്. ഇതിന്റെ അകത്ത് 2-ാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് കനലോ അൽവാരസ് ആണ് കേട്ടോ. കനലോ അൽവാരസ് ആണെന്ന് ഓർത്തു വെച്ചേക്കണം. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. ആഗോള ഉത്തരവാദിത്വ രാഷ്ട്ര സൂചിക പട്ടികയിൽ, റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. അത് 16-ാം സ്ഥാനത്താണ് കേട്ടോ. ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? 16-ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ആഗോള ഉത്തരവാദിത്ത രാഷ്ട്ര സൂചിക പട്ടിക അല്ലെങ്കിൽ റെസ്പോൺസിബിൾ നേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 16 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. 1-ാം സ്ഥാനത്ത് ആരാണെങ്കിൽ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്. 1-ാം സ്ഥാനത്തുള്ളത്. ഇവിടെ സ്വിറ്റ്സർലാൻഡ് ആണ് 2-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് ആരാണ്? സ്വിറ്റ്സർലാൻഡ് ആണ് 2-ാം സ്ഥാനത്ത്. 3-ാം സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ഡെൻമാർക്ക് ആണ് കേട്ടോ. ഡെൻമാർക്ക് ആണ് 3-ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 16-ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നുകൂടി പഠിച്ചു വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാൻ നമുക്ക്. 2026 ജാനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ മൂലം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടേണ്ടി വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചിലി ആണെന്ന് ഓർത്തു വെച്ചേക്കണം. ഏതാണ്? ചിലിയാണ്. 2026 ജാനുവരിയിലാണ് അതിരൂക്ഷമായ കാട്ടുതീ മൂലം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടേണ്ടി വന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത്? ചിലി എന്ന് പറയുന്നത്. ഓർത്തു വെച്ച് പഠിക്കണം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സര വേദി എവിടെയാണ്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സര വേദി എന്ന് പറയുന്നത് എവിടെയാണ്? അത് ആസാം ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2026 സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സര വേദി എന്ന് പറയുന്നത് ആസാമിലാണ് കേട്ടോ, ആസാമിലാണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ, പ്രിയദർശിനി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രിയദർശിനി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രിയമുള്ള ആളുകൾ കാണിക്കുന്ന ലീലാവിലാസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ. ഡോക്ടർ എം ലീലാവതിയാണ് പ്രിയദർശിനി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. അപ്പൊ പ്രിയദർശിനി പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? അത് ഡോക്ടർ എം ലീലാവതിയാണെന്ന് ഓർത്തു വെക്കണം. അടുത്തതിലേക്ക് വന്നാൽ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻ ജേതാക്കൾ ആരാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, MCQന്റെ ഭാഗത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് സെനഗൽ ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അത് ആരാണ്? അത് സെനഗൽ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. സെനഗലിന്റെ രണ്ടാമത്തെ തവണയാണ് സെനഗൽ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻ ജേതാക്കളാകുന്നത്. സെനഗൽ എത്രാമത്തെ തവണയാണ്? രണ്ടാമത്തെ തവണയാണ്. ഇവിടെ പരാജയപ്പെടുത്തിയത് ആരെയാണെന്നറിയോ? അത് മൊറോക്കയാണ് പരാജയപ്പെടുത്തിയത്. സെനഗൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? മൊറോക്കയാണ് പരാജയപ്പെടുത്തിയത്. അപ്പൊ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ആരുടെ പേര് പറയണം? സെനഗൽ ആണെന്ന് പറയണം. സെനഗൽ പരാജയപ്പെടുത്തിയത് ആരെയാണ്? അത് മൊറോക്കയാണ് പരാജയപ്പെടുത്തിയതെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫാക്റ്റിലേക്കാണ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫാക്റ്റുകളിലേക്ക് നമുക്ക് കടക്കാം. MCQ എല്ലാം വളരെ ഗംഭീരമായിട്ട് നമ്മൾ കവർ ആക്കി. ഇനി നമ്മൾ ഫാക്റ്റുകളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ഫാക്ട്, ഒരു സുദർശിനി എന്ന് പറയുന്ന കപ്പലിലേക്കാണ് വരുന്നത്. ഉലകം മൊത്തം ദർശിക്കാൻ വേണ്ടി പോകുന്ന സുദർശിനി എന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ആദ്യം തന്നെ നമ്മൾ ഫാക്റ്റുകളുടെ ഭാഗത്ത് ആദ്യം തന്നെ കടന്നു വന്നിരിക്കുന്നത് ഒരു കപ്പലിലേക്കാണ്. ഈ കപ്പലിന്റെ പേരെന്താണ്? ഈ കപ്പലിന്റെ പേരാണ് INS സുദർശിനി എന്ന് പറയുന്നത്. അപ്പൊ ഉലകം മൊത്തം ദർശിക്കാൻ പോകുകയാണ് സുദർശിനി എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ്? 10 മാസം നീളുന്ന ഉലക സഞ്ചാരത്തിന് വേണ്ടി, എത്രയാണ്? 10 മാസത്തോളം നീളുന്ന ഉലക സഞ്ചാരത്തിന് വേണ്ടി ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ പേരാണ് INS സുദർശിനി എന്ന് പറയുന്നത്. അപ്പൊ 10 മാസത്തോളം നീളുന്ന ഉലക സഞ്ചാരമാണ് INS സുദർശിനി നടത്താൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് കൊച്ചി തീരത്ത് നിന്നാണ് യാത്ര എന്ന് പറയുന്നത്. 22,000 നോട്ടിക്കൽ മൈൽ ദൈർഘ്യമുള്ള യാത്രയിൽ അമേരിക്കയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള 13 ലോകരാജ്യങ്ങളോളവും 18 തുറമുഖങ്ങളോളവും നമ്മുടെ സുദർശിനി പിന്നിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഉലക സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ, 10 മാസത്തോളമുള്ള ഉലക സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് ആര് പോകുന്നത്? നമ്മുടെ INS സുദർശിനി പോകുന്നത്. 13ഓളം രാജ്യങ്ങളും 18ഓളം തുറമുഖങ്ങളും പിന്നിട്ടുള്ള യാത്രയാണ് നമ്മുടെ സുദർശിനി നടത്തുന്നത്. ലോകയാൻ 2026 എന്ന പേരിട്ട മഹാസമുദ്രങ്ങൾ പിന്നിട്ടുള്ള യാത്രയിൽ നാവിക തീരരക്ഷാ സേനയുടെ 265 ട്രെയിനി ഓഫീസർമാരാണ് പങ്കെടുക്കുന്നത്. അപ്പൊ ലോകയാൻ 2026 എന്ന് പേരിട്ട മഹാസമുദ്രങ്ങൾ പിന്നിട്ടിട്ടുള്ള ഈ യാത്രയില് നാവിക തീരരക്ഷാ സേനയുടെ എത്രത്തോളം 265ഓളം ട്രെയിനി ഓഫീസർമാരാണ് പങ്കെടുക്കുന്നത് എന്നൊരു കാര്യം ഓർത്തു വെച്ചേക്കുക. ഇവിടെ INS സുദർശിനിയെ കുറിച്ച് പഠിച്ചു വെച്ചേക്കണം. എന്താണ് INS സുദർശിനിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? 10 മാസത്തോളം നീളുന്ന ഉലക സഞ്ചാരത്തിന് വേണ്ടി ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലാണ് ഏതെന്ന് പറയുന്നത്? INS സുദർശിനി എന്ന് പറയുന്നത്. എങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ പരിശീലന കപ്പൽ ഏതാണ്? ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ പരിശീലന കപ്പൽ എന്ന് പറയുന്നത് INS തരങ്കിണിയാണ് കേട്ടോ. INS തരങ്കിണിയാണ് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ പരിശീലന കപ്പൽ. ഒരു തരംഗമാണ് അല്ലെ, ആദ്യത്തെ പരിശീലന കപ്പലാകുമ്പോൾ ഒരു തരംഗമല്ലേ. അപ്പൊ INS തരങ്കിണിയാണ്. എങ്കിൽ രണ്ടാമത്തെ പരിശീലന കപ്പലാണ് INS സുദർശിനി എന്ന് പറയുന്നത്. ദർശിക്കാൻ പോകുന്ന സുദർശിനി എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയുടെ രണ്ടാമത്തെ പരിശീലന കപ്പലാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഒന്നാമത്തെ പരിശീലന കപ്പൽ ഏതാണ്? അത് INS തരങ്കിണി
തരംഗിണിയാണ്. രണ്ടാമത്തെ പരിശീലന കപ്പലാണ് ഏതെന്ന് പറയുന്നത് INS സുദർശിനിയാണ്. ഈ സുദർശിനിയാണ് 10 മാസം നീളുന്ന ഉലക സഞ്ചാരത്തിനായി ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പൽ INS സുദർശിനി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കറണ്ട് അഫേഴ്സ് സെറ്റ് ആയില്ലേ? സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത കറണ്ട് അഫേഴ്സിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ട് വീരൻ ഉറുമ്പുകളാണ് അല്ലെ, നല്ല രണ്ട് ഡോൺ ആയിട്ടുള്ള രണ്ട് ഉറുമ്പുകളെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യണം. രണ്ട് ഡോൺ ആയിട്ടുള്ള ഉറുമ്പുകളാണ്. ആരാണ്? രണ്ടും നല്ല ഡോണുകളെ പോലെയല്ലേ നിൽക്കുന്നത്? നല്ല ഡോൺ ആയിട്ടുള്ള രണ്ട് ഉറുമ്പുകളാണ്. പുതിയ ഇനം രണ്ട് ഉറുമ്പീച്ചകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉറുമ്പുകളല്ല, ഉറുമ്പീച്ചകളുടെ പുതിയ ഇനത്തെ കൂടിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കറണ്ട് അഫേഴ്സിൽ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ഡോണുകളായിട്ടുള്ള രണ്ട് ഉറുമ്പീച്ചകളെ കുറിച്ചാണ് അല്ലെ. ഡോണുകളാണ്, രണ്ടുപേരും ഡോണുകളാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടണം. ഡൽഹിയിലെ നഗരവനത്തിൽ നിന്നും പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്നും കണ്ടെത്തിയ രണ്ട് പുതിയ ഉറുമ്പീച്ച ഇനങ്ങളാണ് ഏതെന്ന് പറയുന്നത് മെറ്റാഡോൺ കോർപ്പാഡേയും മെറ്റാഡോൺ ഡ്രീമേരി എന്നിവയാണ്. അപ്പൊ രണ്ട് ഉറുമ്പീച്ച ഇനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഡൽഹിയിലെ നഗരവനത്തിൽ നിന്നും അതുപോലെ തന്നെ പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്നും, ഡൽഹിയിൽ നിന്നും പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഉറുമ്പീച്ച ഇനങ്ങളാണ് ഏതെന്ന് പറയുന്നത്. രണ്ടെണ്ണം ഉണ്ട്, രണ്ടുപേരും ഡോൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മെറ്റഡോൺ കോർപ്പാഡേയി, മെറ്റഡോൺ ഡ്രീമേരി എന്നിവയാണ്. മെറ്റഡോൺ കോർപ്പാഡേയി, മെറ്റഡോൺ ഡ്രീമേരി എന്നിവയാണ് ഈ രണ്ട് ഉറുമ്പീച്ച ഇനങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ആ ഡോൺ എന്ന് തന്നെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. അപ്പൊ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവേഷകരാണ് ഇവയെ കണ്ടെത്തിയത്. മെറ്റാഡോൺ ജനൂസിൽ പെടുന്നവയാണിവ. ഏത് ജനൂസിലാണ്? മെറ്റാഡോൺ ജനൂസിൽ പെടുന്നവയാണിവ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഗവേഷകരാണ് ഈ രണ്ട് ഉറുമ്പീച്ച ഇനങ്ങളെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഉറുമ്പീച്ച ഇനങ്ങളാണ് മെറ്റാഡോൺ കോർപ്പാഡേയും മെറ്റാഡോൺ ഡ്രീമേരിയും എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ, പഠിച്ചു വെക്കണം. രണ്ടും എന്താണ്? ഡോണുകളാണെന്ന് പഠിച്ചാൽ മതി. രണ്ട് ഉറുമ്പുകളും ഡോണുകളാണ്. ഓക്കെയാണ്, സെറ്റാണ്. അങ്ങനെ രണ്ടാമത്തെ കറണ്ട് അഫേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അടുത്തതിലേക്ക് വരികയാണ്. ലോക സാമ്പത്തിക ഫോറത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാൻ പോകുന്ന രണ്ട് വ്യക്തികളാണ് എന്റെ ഈ രണ്ട് സൈഡിലും ഉള്ളത്. ഇവിടെ നിൽക്കുന്നതിന്റെ പുറകിലുള്ള സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പിക്ചറിൽ രണ്ടുപേരെ കാണുന്നുണ്ട് അല്ലെ. സോ ഇവർ രണ്ടുപേരുമാണ് ലോക സാമ്പത്തിക ഫോറത്തിൽ ഇന്ത്യയിൽ നിന്ന് തങ്ങളുടെ കഥ പറയാൻ പോകുന്ന രണ്ട് പേരെന്ന് പറയുന്നത്. അപ്പൊ ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ആദ്യം പഠിച്ചു വെക്കണം. അത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് കേട്ടോ. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് എന്ത് നടക്കുന്നത്? ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത്. അപ്പൊ ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പ്രമേയം പഠിച്ചു വെക്കണം. പ്രമേയം എന്ന് പറയുന്നത് എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നതാണ്. എന്താണ് ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്? എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നതാണ് ലോക സാമ്പത്തിക ഫോറം. എവിടെ വെച്ച് നടക്കുന്ന? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ച് നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാൻ എത്തുന്ന രണ്ട് ഇന്ത്യൻ യുവത്വങ്ങളുണ്ട്. ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാൻ എത്തുന്ന രണ്ട് ഇന്ത്യൻ യുവത്വങ്ങളുണ്ട്. ആ രണ്ടുപേരെയുമാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആസാമിൽ നിന്നുള്ള ദൃഷ്ടി മേധി. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള ഇഷാൻ പ്രതാപ് സിംഗുമാണ്. ആസാമിൽ നിന്നുള്ള ദൃഷ്ടി മേധി, ഡൽഹിയിൽ നിന്നുള്ള ഇഷാൻ പ്രതാപ് സിംഗുമാണ് തങ്ങളുടെ കഥ പറയാൻ എത്തുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ലോക സാമ്പത്തിക ഫോറം ഒന്നാമത്തെ കറണ്ട് അഫേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെ വെച്ചാണ്? ലോക സാമ്പത്തിക ഫോറം നടക്കുന്നത് അത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പ്രമേയം എന്താണ്? എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നതാണ്. എന്താണ്? എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ലോക സാമ്പത്തിക ഫോറത്തിൽ തങ്ങളുടെ കഥ പറയാൻ എത്തുന്നത് ആരാണ്? രണ്ട് ഇന്ത്യൻ യുവത്വങ്ങളാണ്. ഒന്ന് ആസാമിൽ നിന്നുള്ള ദൃഷ്ടിയും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നുള്ള ഇഷാൻ പ്രതാപ് സിംഗുമാണ്. ദൃഷ്ടി തട്ടരുത് കേട്ടോ, ദൃഷ്ടിയെ ദൃഷ്ടി വെക്കരുത് നിങ്ങൾ. ദൃഷ്ടിയും അതുപോലെ തന്നെ പ്രതാപമുള്ള ഇഷാൻ പ്രതാപ് സിംഗുമാണെന്ന് ഓർത്തു വെക്കണം. ആസാമുകാരിയാണ് ദൃഷ്ടി, ഡൽഹിയിൽ നിന്നാണ് ഇഷാൻ പ്രതാപ് സിംഗും വരുന്നത്. ഓർത്തു വെച്ചേക്കണം. സാമ്പത്തിക ഫോറം നടക്കുന്നത് എവിടെ നിന്നാണെന്നും ഓർത്തു വെക്കണം. ഇനി കേരളത്തിലേക്ക് വന്നാൽ
കേരളത്തിൽ നിന്നുള്ള ഔദ്യോഗിക സംഘത്തെ നയിക്കുന്നത് ആരാണെന്നറിയോ? അത് പി രാജീവ് ആണ് കേട്ടോ. പി രാജീവ് ആണ് ഈ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വെച്ച് നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളത്തിൽ നിന്നുള്ള ഔദ്യോഗിക സംഘത്തെ നയിച്ചത് പി രാജീവ് ആണ് നയിച്ചത്. ഇവിടെ നോക്കിയാൽ കേരളം മുന്നോട്ട് വെച്ച ആശയം ഏതാണ്? റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആശയമാണ് കേരളം മുന്നോട്ട് വെച്ചത്. ലോക സാമ്പത്തിക ഫോറം ഇന്ത്യയിൽ നിന്നുള്ള ഔദ്യോഗിക സംഘത്തെ നയിച്ചത് പി രാജീവ് ആണ്. ഇവിടെ കേരളം മുന്നോട്ട് വെച്ച ആശയം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ്. റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ആശയമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം, വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ലോക സാമ്പത്തിക ഫോറം നടന്നത് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. പ്രമേയം എന്താണ്? സ്പിരിറ്റ് ഓഫ് ഡയലോഗ് എന്ന് പറയുന്നതാണ്. തങ്ങളുടെ കഥ പറയാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് എത്തിയ 2 യുവത്വങ്ങളാണ് ആരെന്ന് പറയുന്നത്? ആസാമിൽ നിന്നുള്ള ദൃഷ്ടിയും ഡൽഹിയിൽ നിന്നുള്ള ഇഷാൻ പ്രതാപ് സിംഗുമാണ്. കേരളത്തിൽ നിന്നുള്ള സംഘത്തെ നയിക്കുന്നത് പി രാജീവ് ആണ്. കേരളം മുന്നോട്ട് വെച്ച ആശയം ഏതാണ്? റെസ്പോൺസിബിൾ ഇൻവെസ്റ്റ്മെന്റ്, റെസ്പോൺസിബിൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നതാണ്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 3ാമത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ആദ്യം നമ്മൾ ഒരു കപ്പലിനെ കുറിച്ച് പഠിച്ചു, INS സുദർശിനിയെ കുറിച്ച്. പിന്നീട് 2 പുതിയ ഇനം ഡോണുകളെ പറ്റി പഠിച്ചല്ലേ, 2 ഉറുമ്പീച്ച ഡോണുകളെ പറ്റി പഠിച്ചു. ദാ ഇപ്പോ സാമ്പത്തിക ഫോറത്തെ കുറിച്ചും പഠിച്ചു. അടുത്തത് നമ്മൾ പോകുന്നത് ദാ നമ്മുടെ കാർട്ടൂണിൽ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആണല്ലേ, ലുട്ടാപ്പി. ലുട്ടാപ്പിയിലേക്കാണ്. ലുട്ടാപ്പി നമ്മളോട് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ദാ ലുട്ടാപ്പി പറയുന്നത്, ഇനി ഞാനും അങ്ങ് ഹോളിവുഡിലേക്ക് പോകുക, അവിടെ എന്റെ പേരിന്റെ അപരൻ റീച്ച് ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ലുട്ടാപ്പിയുടെ പേരിനോട് സാമ്യമുള്ള എന്തോ ഒരു കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ലുട്ടാപ്പിനെ ഓർത്ത് വെക്കുക. ലുട്ടാപ്പി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ പേരിനോട് സാമ്യമുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ റീച്ചായ, ഏറ്റവും കൂടുതൽ പണം വാരിയ ആനിമേഷൻ ചിത്രം എന്ന റെക്കോർഡ് സൂട്ടോപ്പിയ 2 അങ്ങനെ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതായത് ഹോളിവുഡില് ഏറ്റവും കൂടുതൽ പണം വാരിയ ആനിമേഷൻ മൂവി എന്ന റെക്കോർഡിന് അർഹരായത് ആരാണ്? സൂട്ടോപ്പിയ 2 എന്ന് പറയുന്ന ചിത്രമാണെന്ന് ഓർത്തു വെക്കണം കേട്ടോ. സൂട്ടോപ്പിയ 2 ആണ്. സിംഹവും ചെമ്മരിയാടും അതുപോലെ തന്നെ മാനും പുലിയും ഒക്കെ കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന, ഒരുമിച്ച് ജീവിക്കുന്ന സൂട്രോപോലിസ് എന്ന് പറയുന്ന നഗരത്തിന്റെ കഥ പറയുന്ന ഒരു ആനിമേഷൻ മൂവിയാണ് ഏതെന്ന് പറയുന്നത്? ഈ സൂട്ടോപ്പിയ 2 എന്ന് പറയുന്നത്. സൂട്ടോപ്പിയ 2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലുട്ടാപ്പി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. സൂട്ടോപ്പിയ 2 പഠിക്കുമ്പോൾ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ലുട്ടാപ്പി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കണം. അപ്പൊ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അപ്പൊ ഹോളിവുഡിലെ ഏറ്റവും പണം വാരിയ ആനിമേഷൻ പടം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് സൂട്ടോപ്പിയ 2 ആണ്. ഹോളിവുഡിൽ ഏറ്റവും പണം വാരിയ ആനിമേഷൻ പടമായിരുന്നു ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറയുന്നത്. അപ്പൊ ഹോളിവുഡിൽ ഏറ്റവും പണം വാരിയ ഒരു റെക്കോർഡ് ഇട്ട ഒരു പടം ഉണ്ടായിരുന്നു, ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറയുന്നത്. ഈ ഇൻസൈഡ് ഔട്ട് 2ന്റെ റെക്കോർഡിനെയാണ് ആര് മറികടന്നിരിക്കുന്നത്? സൂട്ടോപ്പിയ 2 മറികടന്നുകൊണ്ട് ഹോളിവുഡിൽ ഏറ്റവും പണം വാരിയ ആനിമേഷൻ പടം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സൂട്ടോപ്പിയ 2 ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഏറ്റവും പണം വാരിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 9ാം സ്ഥാനത്താണ് സൂട്ടോപ്പിയ 2 കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏറ്റവും പണം വാരിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ എത്രാം സ്ഥാനമാണ്? 9ാം സ്ഥാനമാണ്. അതായത് നമ്മുടെ അവതാറും അവഞ്ചേഴ്സും ടൈറ്റാനിക്കും ഒക്കെ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ആനിമേഷന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തും അതുപോലെ തന്നെ ചിത്രങ്ങൾ, ഏറ്റവും പണം വാരിയ ചിത്രങ്ങളിൽ 9ാം സ്ഥാനത്തുമാണ് ആരുള്ളത്? നമ്മുടെ ഈ സൂട്ടോപ്പിയ 2 ഉള്ളത്. അപ്പൊ പഠിച്ചു വെച്ചേക്കണം. ഇതുവരെ ആ റെക്കോർഡ് ആർക്കായിരുന്നു? അത് ഇൻസൈഡ് ഔട്ട് 2 എന്ന് പറയുന്ന ഒരു ആനിമേഷൻ ചിത്രത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ റെക്കോർഡിനെ മറികടന്നുകൊണ്ട് ഹോളിവുഡിൽ ഏറ്റവും പണം വാരിയ ആനിമേഷൻ ചിത്രം എന്ന റെക്കോർഡ്, പടം എന്ന റെക്കോർഡ് ഏതിലേക്ക് പോയിരിക്കുകയാണ്? സൂട്ടോപ്പിയ 2യിലേക്ക് പോയിരിക്കുകയാണ്. ഈ സൂട്ടോപ്പിയ 2 എന്ന് പറയുന്നത് ചിത്രങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പണം വാരിയ ചിത്രങ്ങളുടെ, അവഞ്ചേഴ്സും ടൈറ്റാനിക്കും അതുപോലെ തന്നെ അവതാറിന്റെ ഒക്കെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളുടെ സ്ഥാനത്ത് 9ാം സ്ഥാനവുമാണ് നമ്മുടെ സൂട്ടോപ്പിയ 2വിനുള്ളത്. ഈ സൂട്ടോപ്പിയ എന്ന് പറയുന്ന ചിത്രത്തിന്റെ 2ാം ഭാഗമാണ് സൂട്ടോപ്പിയ 2 എന്ന് പറയുന്നത്. സൂട്ടോപ്പിയ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഇതിന്റെ 2ാം ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? സൂട്ടോപ്പിയ 2. ചില രാജ്യങ്ങളിൽ ഇത് സൂട്രോപോലിസ് 2 എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ചില രാജ്യങ്ങളിൽ ഈ ചിത്രം എങ്ങനെയാണ്? സൂട്രോപോലിസ് 2 എന്നും ഈ ചിത്രം അറിയപ്പെടുന്നുണ്ട്. ഓർത്തു വെച്ച് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സൂട്ടോപ്പിയ 2യിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്.
സൂട്ടോപ്പിയ. ഹോളിവുഡിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ആനിമേഷൻ ചിത്രം എന്ന റെക്കോർഡാണ് നമ്മുടെ ഈ സ്വന്തം ആനിമേഷൻ ചിത്രമായിട്ടുള്ള സൂട്ടോപ്പിയ 2-നുള്ളത്. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലുട്ടാപ്പി ആയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. സൂട്ടോപ്പിയ ലുട്ടാപ്പി എന്ന് നമുക്ക് കണക്ട് ചെയ്യാലോ. സൂട്ടോപ്പിയ ലുട്ടാപ്പി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലുട്ടാപ്പിനെ, നമ്മുടെ ലുട്ടാപ്പി ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ലുട്ടാപ്പി പുറപ്പെട്ടിട്ടുണ്ട്. മായാവിനെ പേടിച്ച് ജീവിക്കുമായിരുന്നു. പുള്ളിക്കാരൻ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഹോളിവുഡിൽ പോയാലെങ്കിലും റീച്ച് ആകുമെന്നാണ് പുള്ളിയുടെ വിചാരം. പുള്ളിക്കാരൻ അതുകൊണ്ട് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. റീച്ച് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് വരാൻ നമുക്ക്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ താരത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഈ താരത്തിന്റെ പേരാണ് വീനസ് വില്യംസ് എന്ന് പറയുന്നത്. എന്താണ്? വീനസ് വില്യംസ് എന്ന് പറയുന്നതാണ് ഈ താരം എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നമുക്ക് വീനസ് വില്യംസിനെ കുറിച്ച് പഠിക്കാനുള്ളത്? ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന പ്രായം കൂടിയ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത്? വീനസ് വില്യംസ് എന്ന് പറയുന്നത്. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമാണ് ആര്? നമ്മുടെ ഈ വീനസ് വില്യംസ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം. ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം വീനസ് വില്യംസ് ആണ്. കുറച്ച് വീക്ക് ആകും അല്ലെ? പ്രായം ഉള്ളപ്പോഴെന്താണ്, പ്രായമൊക്കെ കൂടുമ്പോ നമ്മള് വലിയ ആളാകും, കുറച്ച് വീക്ക് ആകും അല്ലെ? വീനസ് വില്യംസ് അപ്പൊ വലിയ ആളാകും, കുറച്ച് വീക്ക് ആകും, നമ്മള് കുറച്ച് കാര്യങ്ങളിലൊക്കെ വീക്ക് ആകും. പക്ഷെ വീനസ് എന്താണ്? വീനസ് വീക്ക് ആയിട്ടില്ല. അത് വലിയ ആളാണെങ്കിൽ പോലും വീനസ് എന്താണ്? വീക്ക് ആയിട്ടില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. വീനസ് വില്യംസ് ആണ് കേട്ടോ. വീനസ് വില്യംസ് ആണ്. വലിയ ആളായിട്ടും വീനസിന് വീക്കമൊന്നുമില്ല, അല്ലെങ്കിൽ വീക്ക് ആയിട്ടില്ല എന്ന് ഓർത്ത് വെച്ചേക്കണം. ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത്? വീനസ് വില്യംസ് എന്ന് പറയുന്നത്. അപ്പൊ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിട്ടിയത് ആർക്കാണെന്ന് പഠിച്ചു വെക്കണ്ടേ? യാനിക് സിന്നറിനാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിട്ടിയത് ആർക്കാണ്? അത് മാഡിസൺ കീസിനുമാണ് അല്ലെ? നമ്മുടെ ഒരു കോഡ് ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒന്നുകൂടി പറയാം. നമ്മുടെ കോഡ് 2025 ഓസിന് എന്ത് കിട്ടിയാലും എനിക്കത് വേണം അല്ലെ? ഓസിന് എന്ത് കിട്ടിയാലും എനിക്കത് വേണം. യാനിക് സിന്നറിനാണ്. പുരുഷന്മാര് പൊതുവെ ഓസിന് എന്ത് കിട്ടിയാലും എനിക്കത് വേണം എന്ന് പറയും. അപ്പൊ പുരുഷ സിംഗിൾസ് എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓസിന് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് അത് എനിക്ക് വേണം. യാനിക് സിന്നർ. ഇനി 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിട്ടിയത് ആർക്കാണ്? 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഈ ഓസിന് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് വനിതകളൊക്കെ പൊതുവെ എന്താണ്? മടിച്ചികളാണ് അല്ലെ? മടിച്ചികളാണ്. അപ്പൊ ഓസിന് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് മടിച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? മടിച്ചികൾക്ക് എന്താണ്? അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ വനിതകളൊക്കെ പൊതുവെ നമ്മൾ മടിച്ചി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? നീ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലേടി മടിച്ചി എന്ന് നമ്മൾ പറയും. പക്ഷെ ഓസിന് കിട്ടുന്ന സാധനമാണെങ്കിൽ അത് സ്വീകരിക്കുകയും ചെയ്യും അല്ലെ? അപ്പൊ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസിന് കിട്ടിയ സാധനം ആയതുകൊണ്ട് വനിതയ്ക്ക് ആർക്കാണ് കിട്ടിയത്? അത് മടിച്ചിക്കാണ് കിട്ടിയത്. മാഡിസൺ കീസിനാണെന്ന് ഓർത്ത് വെക്കുക അല്ലെ? ഒരു മടിച്ചിക്കാണ് കിട്ടിയത്. ഓസിന് കിട്ടിയ സാധനം ആയതുകൊണ്ട് ഒരു വനിതാ മടിച്ചിക്കാണ് വനിതാ സിംഗിൾസ് കിട്ടിയത്. അത് മാഡിസൺ കീസിനാണ്. പഠിച്ചു വെച്ചേക്കണം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് എനിക്കാണ് കിട്ടിയത്. യാനിക് സിന്നർ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഒരു മടിച്ചിക്കാണ്. മാഡിസൺ കീസ് കേട്ടോ. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമാണ് വീനസ് വില്യംസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? വീനസ് വില്യംസ് പഠിച്ചു വെച്ചേക്കണം. അങ്ങനെ ആ കറണ്ട് അഫേഴ്സും നമ്മൾ സെറ്റ് ആക്കി കഴിഞ്ഞു. പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമ്മൾ വരികയാണ്. അടുത്തത് നമ്മൾ ഒരു AI വിർച്വൽ അസിസ്റ്റന്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതെന്താണ്? ഒരു AI വിർച്വൽ അസിസ്റ്റന്റ് ആണ് അല്ലെ? പുള്ളിക്കാരന്റെ പേരെന്ന് പറയുന്നത് സ്മാർട്ട് ടി എന്ന് പറയുന്നതാണ്. സ്മാർട്ടായിട്ട് പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്മാർട്ട് ടിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ്? ഒരു AI വിർച്വൽ അസിസ്റ്റന്റ് ആണ്. എന്താണ് പുള്ളിയുടെ പേരെന്ന് പറയുന്നത്? സ്മാർട്ട് ടി എന്ന് പറയുന്നതാണ്. സ്മാർട്ടായിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്യും? കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ സ്മാർട്ട് ടി എന്ന പുള്ളിക്കാരനെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേടാ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിവരങ്ങളും സേവനങ്ങളും അവരുടെ സർവീസ് ഒക്കെ നമുക്ക് വിരൽ തുമ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. എന്താണ് പദ്ധതിയുടെ പേര്? കെ സ്മാർട്ട് എന്ന് പറയുന്നതാണ് അല്ലെ? കെ സ്മാർട്ട് പദ്ധതി എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയൊക്കെ സർവീസ് അവരുടെ സേവനങ്ങളൊക്കെ നമുക്ക് വിരൽ തുമ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള
ഒരു നമ്മുടെ കേരളത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു കെ സ്മാർട്ട് എന്ന് പറയുന്നത്. എടാ ഈ കെ സ്മാർട്ട് പോലെ തന്നെ കെ സ്മാർട്ടിന്റെ കീഴിൽ ഒരു കോൾ സെന്റർ ഉണ്ട്. ഈ കെ സ്മാർട്ടിന്റെ കീഴിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൾ സെന്റർ ഉണ്ട്. ഈ കോൾ സെന്റർ ആണ് എന്താ, നമ്മുടെ ഒരു കോൾ സെന്റർ ആണ് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും AI അധിഷ്ഠിതമായിട്ട് മാറാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരങ്ങൾ നൽകുന്ന ഒരു AI വിർച്വൽ അസിസ്റ്റന്റ് ആണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഈ സ്മാർട്ടി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റി വിവരങ്ങൾ നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ഒരു AI വിർച്വൽ അസിസ്റ്റന്റ് ആണ് ആര്, സ്മാർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് വിവരങ്ങളൊക്കെ ആര് തരും, സ്മാർട്ടി തരും എന്നോർത്താൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്കിനി ആര് തരും, നമ്മുടെ AI അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു AI വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സ്മാർട്ടി ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ തരും. ഞാൻ നേരത്തെ പറഞ്ഞു 24 മണിക്കൂറും വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും കേട്ടോ. 24 മണിക്കൂറും 24 hours എന്താണ് സ്മാർട്ടി നമുക്ക് വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പുള്ളിക്കാരെ സ്മാർട്ട് ആണ് അല്ലെ. അതുകൊണ്ടാണ് ആ പേരിനോട് യോജിച്ച ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പേരുമായിട്ട് അത്രയും കണക്റ്റഡ് ആണ്. 24 മണിക്കൂറും നമുക്ക് വിവരങ്ങൾ ലഭിക്കും, സ്മാർട്ടായിട്ട് വിവരങ്ങൾ ലഭിക്കും. ആര് തരും, സ്മാർട്ടി തരും കേട്ടോ, സ്മാർട്ടി തരും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെ സ്മാർട്ടിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള ഒരു കോൾ സെന്റർ ഉണ്ട്. കെ സ്മാർട്ടിന്റെ ഭാഗമായിട്ട്, കെ സ്മാർട്ട് എന്താണെന്ന് നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും സർവീസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ പദ്ധതിയായിരുന്നു കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ഈ കെ സ്മാർട്ടിന്റെ ഭാഗമായിട്ട് ഒരു കോൾ സെന്റർ ഉണ്ട്. ഈ കോൾ സെന്റർ ആണ് പൂർണ്ണമായും വിർച്വലായും AI അധിഷ്ഠിതമായി മാറുന്നത്. അപ്പൊ പൂർണ്ണമായും വിർച്വലായും ഈ ഒരു കോൾ സെന്റർ ആണ് എന്തായിട്ട് മാറുന്നത്, AI അധിഷ്ഠിതമായിട്ട് മാറുന്നത്. സ്മാർട്ടി എന്ന പേരിലാണ് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വിർച്വൽ അസിസ്റ്റന്റിന്റെ പേരെന്ന് പറയുന്നത്. ഈ വിർച്വൽ അസിസ്റ്റന്റിന്റെ പേരെന്താണ്, സ്മാർട്ടി എന്ന് പറയുന്നതാണ്. ഓൾറെഡി നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു അല്ലെ. തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോലോജിറ്റിക് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡും ഒക്കെ ചേർന്നാണ്, എന്ന സ്റ്റാർട്ടപ്പും ഒക്കെ ചേർന്നിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇവിടെ നമ്മുടെ സ്മാർട്ടി ഉണ്ടല്ലോ, 2 തരത്തിലുള്ള പരിഹാരങ്ങളാണ് നമുക്ക് തരുന്നത്. സ്മാർട്ടി എത്രയാണ്, 2 തരത്തിലുള്ള പരിഹാരങ്ങളാണ്. ഒരു കാര്യത്തിൽ നമുക്ക് സ്മാർട്ടി തരുന്നത് 2 രീതിയിലുള്ള പരിഹാരങ്ങളാണ്. ഒന്നാമത്തേതെന്ന് പറയുന്നത് കെ സ്മാർട്ട് വെബ്സൈറ്റുമായി സംയോജിപ്പിക്കുന്ന ടോക്ക് ബോട്ട് എന്ന് പറയുന്ന ടോക്ക് ബോട്ടിലെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് സംവദിക്കാൻ കഴിയും. നമ്മൾ ഉപഭോക്താക്കളാണ് അല്ലെ, നമുക്ക് ഈ ടോക്ക് ബോട്ട് വഴി എന്താണ് നേരിട്ട് സംവദിച്ച് നമുക്ക് വിവരങ്ങൾ മേടിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് മറ്റൊന്നെന്ന് പറയുന്നത് കോളിംഗ് റെസൊല്യൂഷൻ ആണ്. ഈ 2 വിധത്തിലാണ് സ്മാർട്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്താണ് ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർവീസിനോ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ എന്താണ് ഇനി അതിനൊക്കെ ആരുത്തരം പറയും, ആരാണ് ഉത്തരം പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്മാർട്ടിയാണ് ഉത്തരം പറയാൻ പോകുന്നത് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെ പറ്റിയും വിവരങ്ങളെ പറ്റിയും ഇനി നമ്മളോട് പറയാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിർച്വൽ അസിസ്റ്റന്റ്, AI വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സ്മാർട്ടിയാണ് നമുക്കിനി വിവരങ്ങൾ തരാൻ പോകുന്നത്. നമ്മളോട് ഇനി സംസാരിക്കാൻ പോകുന്നത് ആരാണ്, നമ്മുടെ സ്മാർട്ടി ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്താണ് പേര്, സ്മാർട്ടി എന്ന് പറയുന്നതാണ്. സ്മാർട്ടായിട്ട് ഇനി നമ്മളോട് ആൻസർ പറയാൻ വന്നിരിക്കുന്ന വിർച്വൽ അസിസ്റ്റന്റ് ആണ് സ്മാർട്ടി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് വരാം. അടുത്തത് നമ്മൾ വന്ന് നിൽക്കുന്നത് ആരിലേക്കാണ്, അടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബാഡ്മിന്റൺ താരത്തിലേക്കാണ്. സൈന നെഹ്വാൾ ആണ്. ഇതാരാണ്, സൈന നെഹ്വാൾ ആണ്. സൈന നെഹ്വാളിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ വരുന്നതിന് മുമ്പ് പുള്ളിക്കാരത്തി സൈൻ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം പുള്ളിക്കാരത്തി എന്താണ്, വിരമിച്ചിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കറണ്ട് അഫേഴ്സ് ആയിട്ട് പുള്ളിക്കാരത്തിനെ കൊണ്ടുവന്നത്. അപ്പോൾ എന്താണ്, ബാഡ്മിന്റൺ താരമാണ്. 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത്, സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. നമ്മൾ എന്തു പറഞ്ഞു, പുള്ളിക്കാരത്തി സൈൻ ഇട്ടു എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി എന്തിട്ടു, സൈൻ ഇട്ട് വിരമിച്ചിരിക്കുകയാണ് കേട്ടോ. സൈൻ ഇട്ട് വിരമിച്ചിരിക്കുകയാണ്. സൈന നെഹ്വാൾ ആണ് 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത്,
സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. ദാ ഇവിടെ നോക്കിയ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. 2008 കേട്ടോ, 2008 ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് സൈന നെഹ്വാൾ എന്ന് പറഞ്ഞു. വിരമിച്ച സ്ഥിതിക്ക് എന്താണ് പുള്ളിക്കാരത്തിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമൊക്കെ PSCക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് നമുക്ക് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ് സൈന നെഹ്വാൾ. ഇവർക്കൊക്കെ അങ്ങ് വിരമിച്ചിട്ട് പോയാൽ മതി, ബാക്കിയുള്ളവന്റെ പാടാണല്ലോ ഇതൊക്കെ പഠിക്കണത്. എന്ത് ചെയ്യാനാ, ഇവർക്കൊക്കെ വിരമിക്കാതിരുന്നുകൂടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു കായിക മേഖലയിൽ നിന്ന് വിരമിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ട കാര്യം വരുമോ? പക്ഷേ വിരമിക്കേണ്ട സമയം വന്നാൽ അവരൊക്കെ വിരമിക്കും, പക്ഷെ നമ്മൾ പിന്നെ ഇതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. 2008 സൈന നെഹ്വാൾ ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സ് ബാഡ്മിന്റണിൽ ഒളിമ്പിക് മെഡൽ, വെങ്കല മെഡലാണ് കേട്ടോ, വെങ്കല മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരവുമാരാണ്. അതും നമ്മുടെ സൈന നെഹ്വാൾ ആണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ് ബാഡ്മിന്റണിലാണ് ഒളിമ്പിക്കിൽ വെങ്കല മെഡൽ, അതായത് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരവുമാര് തന്നെയാണ്. അതും സൈന നെഹ്വാൾ തന്നെയാണ് എന്ന് ഓർത്തു വെച്ചേക്കാം. അന്ന് വെങ്കല മെഡലായിരുന്നു സൈന നെഹ്വാളിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആരെന്ന് പറയുന്നത്, സൈന നെഹ്വാൾ എന്ന് പറയുന്നത്. ഇനി സൈന നെഹ്വാളിന് കിട്ടിയ അച്ചീവ്മെന്റിനെ കുറിച്ച് ചോദിക്കാം. ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ കടന്നു വരാൻ സാധ്യതയുള്ളത്. അർജുന അവാർഡ് എന്ന് ലഭിച്ചു? 2009 ലഭിച്ചു. KL രത്ന അവാർഡും അതുപോലെ തന്നെ പത്മശ്രീയും 2010 ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ എന്ന് ലഭിച്ചു 2016. അവസാന മത്സരം 2023 സിംഗപ്പൂർ ഓപ്പൺ ആയിരുന്നു സൈന നെഹ്വാളിന്റെ അവസാന മത്സരം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. 2026 ജാനുവരിയിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാരാണ്, സൈന നെഹ്വാൾ ആണ്. ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ബാഡ്മിന്റണിൽ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം, ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം. അതുപോലെ തന്നെ എന്താണ്, അർജുന അവാർഡ് 2009, KL രത്ന അവാർഡ് 2010, പത്മഭൂഷൺ 2010, പത്മഭൂഷൺ 2016. അവസാന മത്സരം എന്ന് പറയുന്നത് 2023 സിംഗപ്പൂർ ഓപ്പൺ ആണ്. സ്റ്റേറ്റ്മെന്റ് വരാൻ പഠിച്ചു വെക്കണം. സൈനിട്ട് വിരമിച്ച സൈന നെഹ്വാളിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം വരും കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാൻ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ പോക്സോ ആക്ടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്തിലേക്കാണ്? പോക്സോ ആക്ടിലേക്കാണ് വന്ന് നിൽക്കുന്നത്. എന്താണ് പോക്സോ ആക്ടിൽ വന്ന ഒരു പുതിയ മാറ്റം എന്ന് പറയുന്നത്? ഒരു പുതിയ മാറ്റം കൂടി നമ്മുടെ സുപ്രീം കോടതി പോക്സോ ആക്ടിലേക്ക് ചേർത്തിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരസ്പര സമ്മതത്തോടെയുള്ള കൗമാര ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാവാതിരിക്കാൻ പോക്സോ നിയമത്തിൽ ഏത് ചട്ടം ഉൾപ്പെടുത്താനാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, റോമിയോ ജൂലിയറ്റ് ക്ലോസ് ഉൾപ്പെടുത്താനാണ്. എന്താണ്? റോമിയോ ജൂലിയറ്റ് ക്ലോസ് ഉൾപ്പെടുത്താനാണ് നമ്മുടെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നോർത്ത് വെച്ചേക്കണം. സുപ്രീം കോടതിയാണ് ഈ നിർദ്ദേശം ആർക്ക് കൊടുത്തിട്ടുള്ളത്? കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ പരസ്പര സമ്മതത്തോടെയുള്ള കൗമാര ബന്ധങ്ങൾ എന്തല്ല ക്രിമിനൽ കുറ്റമാവാതിരിക്കാൻ പോക്സോ നിയമത്തിൽ ഏത് ചട്ടം ഉൾപ്പെടുത്താനാണ് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ അത് റോമിയോ ജൂലിയറ്റ് ക്ലോസ് ആണെന്ന് ഓർത്തു വെക്കണം. എന്താണ്? റോമിയോ ജൂലിയറ്റ് ക്ലോസ് ആണ് കേട്ടോ. പോക്സോ നിലവിൽ വന്നത് എന്നാണ്? പോക്സോ നിലവിൽ വന്നത് 2012 നവംബർ 14 പോക്സോ നിലവിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ്, ഇങ്ങനെയുള്ള വിധി പ്രഖ്യാപനമൊക്കെ വരാൻ നേരത്തെ എന്ത് ചോദിക്കും? സുപ്രീം കോടതിയുടെ ആ സമയത്തെ ചീഫ് ജസ്റ്റിസിനെ പറ്റി ചോദിക്കും. ആരാണ് 53ാമത്? പുതിയ ആളാണ്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് അല്ലെ. ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് സുപ്രീം കോടതിയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ പോക്സോ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി എന്ത് പറഞ്ഞിരിക്കുകയാണ്? പരസ്പര സമ്മതത്തോടെയുള്ള കൗമാര ബന്ധങ്ങൾ ക്രിമിനൽ കുറ്റമാവാതിരിക്കാൻ പോക്സോ നിയമത്തിൽ ഒരു ചട്ടം കൂടി നിങ്ങൾ കേറ്റണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് ആ ചട്ടം എന്ന് പറയുന്നത്? റോമിയോ ജൂലിയറ്റ് ക്ലോസ് ആണ്. ഓർത്തു വെച്ചേക്കണം. എന്താണ്? റോമിയോ ജൂലിയറ്റ് ക്ലോസ് ആണ്. എന്തൊക്കെയാണ് അല്ലെ, എന്തൊക്കെ നമ്മൾ കേൾക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിയണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നല്ല ആഘോഷമായിട്ട് നല്ല വിജയകരമായിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും കംപ്ലീറ്റ്
വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ലൈവ് വരാൻ പറ്റുമ്പോഴൊക്കെ ലൈവ് വായോ. ലൈവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എന്താണ് റെക്കോർഡഡ് വീഡിയോസ് ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വരണം കേട്ടോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന എക്സാമിനൊക്കെ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒട്ടുമിക്ക ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിനു മുന്നേ എക്സാംസ് എഴുതിയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്താണ് എക്സാമിന് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് വേറെ എന്ത് നിങ്ങൾ മിസ് ചെയ്ത് കളഞ്ഞാലും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം മിസ് ചെയ്ത് കളയാതിരിക്കുക. ഡെയിലി കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് ലൈവിൽ വരാൻ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ലൈവിലേക്ക് വരണം. അതുപോലെ തന്നെ എന്താണ് ലൈവ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ റെക്കോർഡ് ക്ലാസ്സുകൾ എന്തായാലും ഒരു ദിവസം ഞാൻ റെക്കോർഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവ് വരാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് കണ്ടിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ തന്നെ നിങ്ങൾ തന്നെ അങ്ങ് ഊട്ടി ഉറപ്പിക്കുക. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ വേണ്ടേ? ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥ എന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നാളെ 10:30 നമുക്ക് ലൈവിൽ കാണാം. എല്ലാവരും നാളെ തന്നെ നല്ല ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് ലൈവിൽ വായോ. 10:30 നമുക്ക് ലൈവിൽ പൊളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. ചില കാര്യങ്ങളുടെയൊക്കെ ഷോർട്ട് നോട്ട് കൃത്യമായിട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനെ മുന്നിൽ കണ്ടുകൊണ്ടും കൂടിയാണ് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ പറയുന്നത്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എഴുതി വെച്ച് പഠിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിക്കുക. താങ്ക് യു ഓൾ.